PSU ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്ന ബാങ്കിങ് സെക്ടറാണ് PSU ബാങ്ക് ഇൻഡെക്സ്. ഇന്നലെയും ഏകദേശം 0.5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PSU ബാങ്കിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വീണ്ടും ഈ ഒരു PSU ബാങ്ക് ഓഹരികളുടെ ബാങ്കിങ് കമ്പനികളുടെ ഒരു അമാൽഗമേഷന് ശ്രമിക്കുന്നുണ്ട്. അതായത് കമ്പനികളെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലാർജസ്റ്റ് ലെൻഡർ ആക്കാനുള്ള നടപടികളിലൊക്കെ കടക്കുന്നുണ്ടെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും PSU ബാങ്കിനെ ഇൻഡെക്സിനെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും നിഫ്റ്റി ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്ന സെക്ടറായിട്ട് തന്നെയാണ് കാണുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെയും ബാങ്ക് നിഫ്റ്റി പറഞ്ഞിരുന്നു. PSU ബാങ്ക്സിലാണ് നമുക്ക് ഈ മൊമെൻറ്റങ്ങൾ കാണാൻ കഴിയുന്നത്. PSU ബാങ്കിൻ്റെ ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് ക്യാപ്പ് അവർ റീഗെയിൻ ചെയ്യുന്ന ഒരു മൊമെൻറ്റമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. കാരണം നമ്മളെ PSU ബാങ്ക്സ് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയറുകൾ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇന്ത്യൻ സെനേരിയോയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ഒരു ഹിസ്റ്ററി മൊമെൻറ്റം ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെയൊക്കെ വന്നിട്ടുള്ള 7200 എന്നുള്ള ഇൻഡെക്സിൻ്റെ മൊമെൻറ്റിൽ നിന്ന് മാറി അത് പുതിയൊരു ഹൈയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ട്, കാരണം ഗവൺമെൻറ് മുമ്പെടുത്തിരുന്ന ബാങ്കുകളുടെ കൺസോളിഡേഷൻ ചെയ്തിരുന്ന ആ മൊമെൻറ്റിനെ നമ്മൾ ഇത് സാധൂകരിക്കുന്നതാണ്. കാരണം ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് ഈ ബാങ്കുകൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിതിന്ന് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും കുറച്ച് വർഷങ്ങളായിട്ട് ഈ കുറേ വർഷങ്ങളായിട്ട് ഈ ചെറിയ ബാങ്കുകളായി സ്ട്രഗിൾ ചെയ്തിരുന്നത് അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ അവർക്ക് നല്ല സ്ട്രെങ്ത് വന്നു. ആ ഒരു മൊമെൻറ്റം അവർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ചുകൂടെ നല്ല എക്സ്പെൻസ് കട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം തന്നെ വലിയ ബാങ്കുകളായിട്ട് ലോകത്തിന് മുൻപിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാങ്കിങ് ജെയിൻറ്റുകളായ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബാങ്കുകളിലെല്ലാം തന്നെ അസറ്റുണ്ട്, അതേപോലെ തന്നെ അവരുടെ ലോൺ ബുക്കുകളും ബോറോയിങ് എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പോസിറ്റുകളെല്ലാം തന്നെ ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ്. PSU അതിൻ്റെ ഒരു പ്രതാപകാലം വീണ്ടെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.